ഞാൻ എൻ്റെ 30ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനം മാമോദീസയാണ്. ഫ്രാൻസിൽ നിന്നുള്ള ലൊറൈൻ എന്ന യുവതി ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നൽകുന്ന ഉത്തരമാണിത്. ലൊറൈനിൻ്റെ മാതാപിതാക്കൾ വിശ്വാസികളായിരുന്നില്ല. അവർ ഒരു നിരീശ്വരവാദികളെ പോലെയായിരുന്നു ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ലൊറൈനിൻ്റെ കുട്ടിക്കാലത്തെയും അത് സ്വാധീനിച്ചിരുന്നു. പക്ഷേ ലൊറൈനിൻ്റെ മുത്തശ്ശി ഒരു ദൈവവിശ്വാസിയായിരുന്നു. മുത്തശ്ശിയുമായുള്ള ലൊറൈനിൻ്റെ അടുപ്പം അവളെ മെല്ലെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. പക്ഷേ അവളുടെ 17ാം വയസ്സിൽ മുത്തശ്ശി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അന്ന് ദേവാലയത്തിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷയുൾപ്പെടെ ലൊറൈനെ ആകർഷിച്ചിരുന്നു. പക്ഷേ അവരുടെ വിയോഗം വീണ്ടും ലൊറൈനെ അവിശ്വാസത്തിലേക്ക് എത്തിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ലൊറൈനിൻ്റെ ജീവിതത്തിലേക്ക് പിയർ എന്നൊരു യുവാവ് കടന്നു വരുന്നു. ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരു കത്തോലിക്ക വിശ്വാസിയായ ആ യുവാവിന് ലൊറൈൻ ദൈവത്തിൽ വിശ്വസിക്കാത്തതിൽ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിയറുമായുള്ള ഓരോ നിമിഷവും അന്ന് വിശ്വാസിയായ തൻ്റെ മുത്തശ്ശിയോടൊപ്പമുള്ള നിമിഷം പോലെ മാറി. അവൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിനം പിയറിൻ്റെ ആവശ്യം മാനിച്ച് ആദ്യമായി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായി ലൊറൈൻ ദേവാലയത്തിൽ പ്രവേശിച്ചു. ആ സംഭവത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നാണ് ലൊറൈൻ വിശേഷിപ്പിച്ചത്. 2024 ഏപ്രിൽ മാസത്തെ ആ ദിവ്യബലിയിൽ പങ്കെടുക്കവേ ലൊറൈൻ പൊട്ടിക്കരഞ്ഞു. തന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കാതെ വർഷങ്ങളോളം അവിശ്വാസിയായി ജീവിച്ച ഒരു യുവതിയുടെ പശ്ചാത്താപമായിരുന്നു അന്ന് ആ ദേവാലയത്തിൽ വീണ കണ്ണുനീർ. തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൽ ആ തെറ്റ് തിരുത്താൻ അവൾ തീരുമാനമെടുത്തു. മുതിർന്നവർക്കായുള്ള ഒരു മതബോധന അധ്യാപകനെ സമീപിച്ച് ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് അവൾ പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ കൃത്യമായ പഠനങ്ങൾക്കൊടുവിൽ ഈ വരുന്ന ഈസ്റ്റർ ദിനത്തിൽ തൻ്റെ 30ാം വയസ്സിൽ മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയാനുള്ള തയ്യാറെടുപ്പിലാണ് ലൊറൈൻ. അതിനുശേഷം വിവാഹ ഒരുക്ക കോഴ്സിൽ പങ്കെടുത്ത് പിയറുമായുള്ള വിവാഹം എന്ന കൂദാശയും അവൾ സ്വീകരിക്കും. എൻ്റെ മാതാപിതാക്കൾ ദൈവത്തെ കണ്ടെത്തിയില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് അവർക്കത് പകർന്നു നൽകാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ ഈശോയെ കണ്ടെത്തി. എൻ്റെ വിശ്വാസം എൻ്റെ മക്കൾക്ക് ഞാൻ പകർന്നു നൽകുക തന്നെ ചെയ്യും, ലൊറൈൻ പറയുന്നു.